ധന്യ, ഇന്ത്യ ഇപ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായും മറ്റു ലോകരാജ്യങ്ങളുമായി ബന്ധത്തിലായാലും ആണവതലത്തിലായാലും ശരി, സൈനിക ബലത്തിലായാലും ശരി, എല്ലാത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. പക്ഷേ ഈ BBC, നമ്മൾ ലോക വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ലോകത്തുള്ള എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് BBC ആണ്. പക്ഷെ BBC-ക്ക് ഒരു ധാരണയുണ്ട്, ഇന്ത്യ ഒരു മൂന്നാം ലോക രാജ്യമാണ്. അത് ഇന്ത്യയെ ഒരു ഡീഗ്രേഡ് ചെയ്യുന്ന, താഴ്ത്തിക്കെട്ടുന്ന തരത്തിലുള്ള ഒരു പ്രവണത മിക്കപ്പോഴും കാണാറുണ്ട്. ഇന്ത്യയെ എവിടെയെല്ലാം താഴ്ത്തിക്കെട്ടാൻ കഴിയുമോ അവിടെയെല്ലാം BBC ഇന്ത്യക്കെതിരെ ഒരു വിവേചനപരമായ പെരുമാറ്റം BBC-യിൽ നിന്നും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ അടുത്ത നാളിൽ ഇന്ത്യൻ പാചക വിദഗ്ധനായ വിനോദ് ഖന്നയോട് ബിഷപ്പിനെ കുറിച്ച് BBC ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ലേ, നിങ്ങൾ അവിടെ നിന്നുള്ള ധനിക കുടുംബത്തിൽ നിന്നല്ലല്ലോ, അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ അവിടെ നിന്നും ലഭിച്ചതായിരിക്കും അല്ലേ എന്നാണ് ഈ ചോദിക്കുന്നത് എന്താണ്, ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാണ്, ഈ രാജ്യത്തിൽ എല്ലാവരും പട്ടിണിയിലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. കുറെ ധനികരായിട്ടുള്ളവർ മാത്രമാണ് ഇവിടെ പട്ടിണിയില്ലാതെ സുഖലോലുപരായി ജീവിക്കുന്നത്. ഇന്ത്യയിലെ ബാക്കി ജനങ്ങളെല്ലാം പട്ടിണിയിലാണ്. കാരണം ഇവിടെ തന്നെയുള്ള ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും അങ്ങനെയാണ്. ഇപ്പോൾ ചേരികൾ മറച്ചു വെച്ചുകൊണ്ട് നരേന്ദ്രമോദി അപ്പൊ അത് ചേരികൾ മറച്ചു വെച്ചുകൊണ്ട് പണക്കാരെ മാത്രം മുന്നിലേക്ക്. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ അതൊക്കെ കണ്ടിട്ടായിരിക്കും BBC-ക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനും തോന്നിയിട്ടുള്ളത്. അപ്പൊ അതായത് ഇന്ത്യ ഇപ്പോഴും ഒരു മൂന്നാം ലോക രാജ്യമാണ്, ഇവിടെ പാവപ്പെട്ടവൻ ഇവിടെ പട്ടിണി, ഇന്ത്യയിൽ മുഴുവൻ പട്ടിണിയാണ് എന്ന ഒരു ധ്വനിയാണ് BBC അവതാരകൻ വിനോദ് ഖന്നയോട് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം എന്താണ്, ചിലവരാണെങ്കിൽ ഇത്ര ബുദ്ധിപരമായി മറുപടി ഒന്നും കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ശരി, അവിടെ പട്ടിണിയാണ്, ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ സാമാന്യമായിട്ട് എല്ലാവരും പറയുന്നത്. പക്ഷേ വിനോദ് ഖന്നയുടെ മറുപടി എന്തായിരുന്നു, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭക്ഷണമില്ലെന്നുള്ള നിങ്ങളുടെ കൊളോണിയൽ ചിന്താഗതിയിൽ നിന്നുള്ള ഒരു മുൻവിധിയോടെയാണ് ഈ അവതാരകൻ ഇയാളോട് ഇത് ചോദിച്ചത്. പക്ഷേ വിനോദ് ഖന്ന കൊടുത്ത മറുപടി എന്തായിരുന്നു, എനിക്ക് വിശപ്പിനെ കുറിച്ച് ധാരണയുണ്ട്, പക്ഷേ എൻ്റെ ഈ ധാരണ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നല്ല, മറിച്ച് അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നാണ് എന്നായിരുന്നു വിനോദ് ഖന്നയുടെ മറുപടി. ഞാൻ ജനിച്ചത് അമൃത്സറിലാണെന്നും അവിടെ എല്ലാ തെരുവുകളിലും പൊതു പാചകശാലകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ചുട്ട മറുപടി തന്നെ BBC അവതാരകന് കൊടുത്തു. ഇന്ത്യ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ട് ദശകങ്ങളായി എന്നും ലോകത്തെ ഏറ്റവും വലിയ 10 ഭക്ഷ്യ കയറ്റുമതിക്കാരിൽപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യയെന്നും ഇപ്പോഴും മനസ്സിലാകാതെ കൊളോണിയലിസ്റ്റ് മനോഭാവത്തിൽ ചിന്തിച്ച BBC അവതാരകന് എന്തായാലും ഒരു മുഖമടച്ച മറുപടി തന്നെയാണ് നമ്മുടെ വിനോദ് ഖന്ന കൊടുത്തത്. പക്ഷേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഈ അമേരിക്കയൊക്കെ വളരെ സമ്പന്ന രാജ്യമാണ്, അതുകൊണ്ട് തന്നെ അവിടെ ആർക്കും പട്ടിണിയില്ല, ഭിക്ഷക്കാരൊന്നും ഉണ്ടാകില്ല. നമ്മൾ തമാശയ്ക്കല്ല, അമേരിക്കയിൽ ഭിക്ഷക്കാർ വരെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ഈ ഭിക്ഷക്കാർ ഇംഗ്ലീഷ് സംസാരിച്ചാൽ അത് ഭിക്ഷാടനം അല്ലാതാവോ? അങ്ങനെയല്ല, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എല്ലായിടത്തും ഉണ്ടാവും, അമേരിക്കയിലും ഉണ്ടാവും, ബ്രിട്ടനിലും ഉണ്ടാവും, എല്ലായിടത്തും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാവും. പക്ഷേ BBC-യുടെ ഒരു ചിന്തയുണ്ടല്ലോ, ഇന്ത്യ ഇപ്പോഴും ഈ ദാരിദ്ര്യത്തിൽ കഴിയുകയാണ്, ഇന്ത്യക്ക് ഒരു മേന്മയുണ്ടായിട്ടില്ല എന്നുള്ള ഒരു ധാരണയിൽ നിന്നുണ്ടായ ആ ചോദ്യത്തിന് എന്തായാലും ഇന്ത്യൻ ഷെഫ് കൊടുത്ത മറുപടി അത് വളരെ അധികം നല്ലത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഈ BBC-യെ സംബന്ധിച്ചിടത്തോളം BBC എപ്പോഴും, പ്രത്യേകിച്ച് നരേന്ദ്രമോദി, ഇന്ത്യയും എവിടെയൊക്കെ താഴ്ത്തിക്കിട്ടാൻ സമയം കിട്ടുമ്പോൾ അവിടെ എല്ലാം അവരുടെ ചാനലിലൂടെ ആണെങ്കിലും അവരുടെ മാസികകളിലൂടെ ഒക്കെ അവർ അത് കൃത്യമായി ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഇന്ത്യക്കെതിരെ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്യുമെന്ററി, ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അവർ ആ ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. പക്ഷെ അവർ പരാമർശിക്കാതെ പോയ ചില ഭാഗങ്ങളുണ്ട്. അവരുടെ സ്വയം സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യത്തിനനുസരിച്ചാണ് BBC എപ്പോഴും അവരുടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്, അവരുടെ വാർത്തകൾ മറ്റുള്ളവരുടെ മുന്നിലെത്തുന്നത്. ഈ ലോകത്തുള്ള എല്ലാവരും BBC എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു, BBC-യിൽ ജോലി ചെയ്യുന്നവരെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കാരണം അവർക്ക് ലോകത്തിൻ്റെ എല്ലാ മേഖലകളെ കുറിച്ച് അവർക്കറിയാം, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ ഒരു അത്രയും മാത്രം കഴിവും വിവരവും ഒക്കെ ഉള്ളവർക്കാണ് BBC പോലുള്ള ഒരു സ്ഥലത്ത് ജോലി കിട്ടുന്നതെന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ പലപ്പോഴും വിശ്വാസങ്ങൾക്കപ്പുറം
മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോഴും സത്യസന്ധമായി കഴിവതും 100% എന്ന് പറയുന്നില്ല, കാരണം എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ 100% സത്യസന്ധം എന്ന് പറയുന്നില്ല, ഒരു 50% അതിൽ ക്വാളിറ്റി കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഷെഫിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു മിനിറ്റ് ഒന്ന് മൗനമായിട്ട് ഇരുന്നിട്ടാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. ഞാൻ പട്ടിണി അനുഭവിച്ചത് ഇന്ത്യയിലല്ല, ന്യൂയോർക്കിലാണ്. അതോടുകൂടി BBC-ക്കാരൻ്റെ മുഖത്തടിച്ച ഒരടി പോലെയായി ആ ഉത്തരം. ഒരിക്കലും പ്രതീക്ഷിച്ചതാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു ആരോപണം വരുമെന്ന് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇവിടത്തെ പല തെരുവോരങ്ങളിലും പാചകശാലകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് എവിടെ ചെന്നാലും നമുക്ക് ആഹാരം കഴിക്കാൻ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും. ഒരിക്കലും ഇവിടെ ഉള്ളവർ പട്ടിണിയാവില്ല. ഇപ്പോൾ പണ്ടാണ് നമ്മൾ ഈ പിച്ചക്കാരും ആ ഒരു വാക്കേ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, കാരണം അങ്ങനെ ഒരു നേരം പോലും ആഹാരം കഴിക്കാത്തവരൊക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആസാമിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ജനങ്ങളെ പറ്റിക്കാനും കണ്ണിപ്പൊടിയിടാനും കുറേ പേര് വന്ന് കൊച്ചു പിള്ളേരെയും ഒക്കത്തിരുത്തി പൈസയ്ക്ക് വേണ്ടി ഈ കൈ നീട്ടിക്കൊണ്ട് നടക്കുന്നവരും അവര് പോലും അവരുടെ സഞ്ചിക്കുള്ളിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നാണ് അറിയുന്നത്. അല്ല, അവര് പോലും ഇപ്പൊ സ്വയം സംരംഭകരായി. അവര് പോലും മറ്റേ മൊബൈലിൽ കാറിൽ വെക്കാനതും കാറ് തുടയ്ക്കാനും ഒക്കെ ആയിട്ട് അവരും ആ ലെവലിലേക്ക് വളർന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് എവിടെ വരുമ്പോഴാണെങ്കിലും സ്വാഭാവികമായും അവർ ജീവിതത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ BBC സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ, കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി കൂടിയാണ്. അപ്പോൾ നരേന്ദ്രമോദിയെ എവിടെയൊക്കെ അധിക്ഷേപിക്കാൻ അവരൊരു അവസരം കാത്തിരിക്കുകയാണ്. അതിന് കിട്ടുന്ന ഒരു ചെറിയ കാര്യം പോലും അവർ വിട്ടുകളയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ നരേന്ദ്രമോദിയുടെ കീഴിൽ വളരെ വലിയ രീതിയിൽ വ്യാവസായികമായും സാമ്പത്തികമായും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടാണ്, ചന്ദ്രനിൽ ഒരു ന്യൂക്ലിയർ സ്പേസ് നിർമ്മിക്കാനായി ആ ഒരു പ്രോജക്റ്റിൽ റഷ്യയും ചൈനയും ചേർന്നാണ് ആ പ്രോജക്റ്റ് ആലോചിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ ഇന്ത്യയെ കൂടെ ക്ഷണിച്ച് ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്നത് പൂർത്തീകരിക്കാനാണ് അവർ പ്ലാൻ എടുത്തത്. തീർച്ചയായും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യ വളരെ സൗഹൃദത്തോടു കൂടിയാണ് പോകുന്നത്. ഒരു ചരിത്രത്തിൽ ആദ്യമായി ബ്രൂണോയിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുക എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് അഭിമാനമാണ്. അതും സ്വർണ്ണ കസേരയിൽ സിംഹാസനത്തിൽ ഇരുത്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി അവർ വരവേറ്റത് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയെയാണ് വരവേറ്റത് എങ്കിലും അത് ഇന്ത്യ എന്ന രാജ്യത്തെ, ഇന്ത്യയിലെ ഈ ഓരോ ജനങ്ങളെയും ആണ് ഇപ്പോൾ അഭിമാനം. ഓരോ ജനങ്ങൾ, നമ്മുടെ മുഖ്യമന്ത്രി ന്യൂയോർക്ക് സന്ദർശിക്കാനായി ഒരു പാട്ടക്കസേരയിൽ ഇരുന്നപ്പോൾ 10 പേര് പോലും കൂടിയിട്ടില്ല. പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് എത്തുമ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ് പ്രധാനമന്ത്രിയെ കാണാനായി ഇവിടെ വരുന്നത്. മോദി ഒരു ഹലോ പറയുമ്പോൾ തന്നെ എത്ര ആരവങ്ങളാണ് കേൾക്കുന്നത്. അമേരിക്കയിലെത്തിയിട്ട് മോദി സംസാരിക്കുന്നത് കേൾക്കാൻ രാത്രി 1 മണിക്കാണെങ്കിൽ 2 മണിക്കാണെങ്കിൽ TV മുമ്പിൽ ഇരിക്കുന്നത് എത്ര പേരാണ്. അപ്പോൾ ഇന്ത്യ എല്ലാ തലത്തിലും വളർന്നു കഴിഞ്ഞു. ഒരു പക്ഷേ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളൊരു ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ തന്നെ പലപ്പോഴും നമുക്കൊരു മൗനി ബാബയായി മൻമോഹൻ സിംഗ് തുടർന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യയെ വലിയ രീതിയിൽ മാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. എന്തിനാണ് അത് പറയുമ്പോൾ ഒരു കാര്യം, മൻമോഹൻ സിംഗ് ഒരു തികഞ്ഞ ഒരു ധനതത്വശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പല നയങ്ങളും പല തീരുമാനങ്ങളും അതിന്റെ ഫലമാണ് ഇന്ത്യയിൽ നിന്ന് അനുഭവിക്കുന്നത് എന്ന് കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. അദ്ദേഹം മൗനി ബാബയാണെന്ന് പറഞ്ഞാലും വർക്കിലാണ്, ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിനെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ചരട് വലിച്ചവർ സമ്മതിച്ചില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ മോദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മോദിക്ക് പിന്നിൽ ചരട് വലികളില്ല. മോദി ഒറ്റയ്ക്കാണ് ഇന്ത്യ ഭരിക്കുന്നതും മോദി ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം മോദിയാണ്. ഇപ്പോൾ റഷ്യക്ക് ഇന്ത്യയോട് ഇത്രയും അടുപ്പം തോന്നിയത്, ഇതിനു മുൻപേ റഷ്യക്ക് ഇന്ത്യയോട് എന്തുകൊണ്ട് അടുപ്പം തോന്നിയില്ല? കാരണം ഒരുപാട് കാലം നമ്മളെ ഭരിച്ചത് UPA സർക്കാരാണ്. ആ UPA സർക്കാരിൻ്റെ കാലത്തൊന്നും നമ്മുടെ രാജ്യത്തോട് മറ്റ് രാജ്യങ്ങൾക്ക് തോന്നാത്ത ഒരു അടുപ്പവും സൗഹൃദവുമാണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് BBCക്ക് ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ വലിയ രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ BBC ചോർന്നിട്ട് ഒരു കാര്യവുമില്ല. ഇന്ത്യ നരേന്ദ്രമോദിയുടെ കീഴിൽ ഒരു വലിയ രീതിയിലുള്ള വികസനം കൈവരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.